ഹലോ ഗൈസ്, നമുക്ക് പള്ളിക്കുന്ന് കുറച്ച് ചോറിട്ടിട്ടാണ് അതായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കുക. അത് നമ്മൾ കോഴിമുട്ട ഒട്ടിച്ച് അതിൽ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ല അടിച്ച് പിന്നെ നമ്മൾ ചെറിയൊരു പാത്രത്തിൽ ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്, അതൊക്കെ നമ്മൾ ഓയിൽ വെച്ചാണ്ട് ഉള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട, എന്നാലും കുറച്ചൊക്കെ. പിന്നെ നമ്മൾ ക്യാരറ്റ്, ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടാമെന്നാണല്ലോ, നമ്മളെ അടുത്തുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ട് ഒന്നും നോക്കിയില്ല. അതിങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മളടുത്തുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇട്ടെടുത്തു, പൊട്ടാറ്റോ അത് ഇട്ടെടുത്ത് നല്ലപോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇളക്കി. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു, പച്ചമുളക് ഫ്രൈഡ് റൈസൊക്കെ ഇടുമോ? എന്തായാലും ഞങ്ങളതൊക്കെ കണ്ടിട്ട്. എന്നിട്ട് നമ്മളിതാ പിന്നെയും റിപ്പീറ്റ്, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെയും റിപ്പീറ്റ് ഇളക്കിക്കൊണ്ട് നിന്നിട്ടോ. പിന്നെ നമ്മളെന്താ കാട്ടിയാലോ, ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടെടുത്തുണ്ട്. അടുത്ത ഗ്യാസിന്മേൽ നമ്മൾ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതൊക്കെ നമ്മൾ കുറച്ചുണ്ട് ഓയിൽ വെച്ച് പിന്നെ നമ്മൾ ഇതാക്കി വെച്ച കോഴിമുട്ടയില്ലേ അത് നമുക്ക് അയക്കാണ്ട് പൊട്ടിച്ച് പറഞ്ഞാണ്ട് ഞങ്ങളിവിടെ ചിക്കിപ്പരുത്താന്ന് പറയും, നിങ്ങളവിടെ എന്താ പറയില്ലെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ചിക്കിപ്പരുത്തിക്കാണ്ട് നമ്മൾ ആ വെജിറ്റബിൾസ് കഥാണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ റിപ്പീറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഇളക്കി കൊടുത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് ഈ വലിയ ആൾക്കാരൊക്കെ പറയണ പോലെ ആ ഒരു സംഭവമില്ലേ. ഞങ്ങൾ കുറച്ച് നമുക്ക് അതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മളതാ പള്ളിക്കന്ന് ഇട്ട് ചോറ് വയ്ക്കാൻ ഇട്ട് കൊടുത്തിട്ടോ. നമ്മൾ ഏകദേശം പറയണ ഫ്രൈഡ് റൈസൊക്കെ നമ്മളെ കണ്ണിലായിട്ടോ, എന്നാലും നമുക്കതല്ലേ സന്തോഷം. അങ്ങനെ നമ്മളിതാ വലിയ സംഭവമാക്കിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആക്കാൻ കേട്ടോ. ആഹാ, കാണുമ്പോൾ തന്നെ അടിപൊളി. പിന്നെ നമ്മളിതാ ഒരു പ്ലേറ്റൊക്കെ ആ ഫ്രൈഡ് റൈസ് എന്ന് പറയണ ആ ചോറ് കണ്ടിട്ടെടുത്ത് നമ്മൾ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആട്ടോ. അതൊക്കെ നല്ല തേങ്ങ അരച്ച ചമ്മന്തി കേട്ടോ, കൂട്ടിക്കൊഴിച്ച് തിന്നാൽ അടിപൊളി കേട്ടോ.